നീറ്റ് പരീക്ഷയിൽ വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച അക്ഷയ സെന്റർ ജീവനക്കാർക്കെതിരെ വീണ്ടും പരാതി. നെയ്യാറ്റിൻകര തിരുപുറം സ്വദേശിനിയായ ഗ്രീഷ്മയ്ക്കെതിരെയാണ് വീണ്ടും പരാതി ഉയർന്നത്. വിവിധ സെൻട്രൽ ഗവൺമെന്റിന്റെ എൻട്രൻസ് പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി ഫീസ് ഇനത്തിൽ 23,300 രൂപ തട്ടിയെടുത്തുവെന്നുമാണ് പരാതി. സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തിട്ടുണ്ട്. മനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനസ, നേരത്തെ തന്നെ ഗ്രീഷ്മയ്ക്കെതിരെ വിവിധ പരാതികൾ പുറത്തേക്ക് വന്നതും പോലീസ് അത് സംബന്ധിച്ച കേസ് അന്വേഷണത്തിലുമാണ്. ഇപ്പോൾ പുതിയ പരാതി വന്നിരിക്കുന്നത്. എന്താണ് പുതിയ പരാതിയിൽ ഈ പരാതിക്കാർ ഉന്നയിക്കുന്നത്? തീർച്ചയായും വിനിച്ച സൂചിപ്പിച്ചതുപോലെ തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വ്യാജ ഹോൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയതിൽ ഈ നെയ്യാറ്റിൻകര അക്ഷയ സെന്റർ ജീവനക്കാരിയായ ഗ്രീഷ്മക്കെതിരെ പരാതിയും അതോടൊപ്പം തന്നെ അതിന്റെ കേസും നടന്നു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ യുവതിക്കെതിരെ പരാതിയുമായി ഈ കണ്ണറവിള സ്വദേശി ആദർശ് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകര പോലീസിന് പരാതി നൽകുന്നത്. പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. വിവിധ സെൻട്രൽ ഗവൺമെന്റിന്റെ എൻട്രൻസ് പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി ഫീസ് ഇനത്തിൽ 23,300 രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ വ്യാജ ഹോൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയെന്നും തന്റെ കയ്യിൽ നിന്ന് പണം ഇതുപോലെ തട്ടിയെടുത്തുമെന്ന് തന്നെയാണ് യുവാവിന്റെ പരാതി. ഒപ്പം തന്നെയാണ് ഇത്തരത്തിൽ നിരവധി തവണ ഈ ഗ്രീഷ്മ എന്ന ജീവനക്കാരി നിരവധി തവണ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി വിവരമുണ്ട്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ അതായത് ഈ JEE സെക്ഷൻ 1 പരീക്ഷയ്ക്കായി 3,250 രൂപ കഴിഞ്ഞ വർഷം ഡിസംബർ തീയതി വാങ്ങിയിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇത്തരത്തിൽ 3,000 രൂപ തന്റെ കയ്യിൽ നിന്ന് മറ്റ് പരീക്ഷകളുടെ ഫീസ് ഈടാക്കുന്നതിനായി എന്ന് പറഞ്ഞു വാങ്ങി. തുടർന്നാണ് ഇത് നിരന്തരം ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്ന പ്രവണതയാണെന്ന് മനസ്സിലാക്കി ഈ യുവാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നെയ്യാറ്റിൻകര പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഒപ്പം തന്നെ മറ്റേ ഈ നീറ്റ് എക്സാം ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ പത്തനംതിട്ട പോലീസും കേസ് അന്വേഷിച്ചു വരികയാണ്. ശരി മനസ, സെൻട്രൽ എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന വിവിധ പരീക്ഷകളുടെ എൻട്രൻസിനായി വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയ നെയ്യാറ്റിൻകര തിരുപുറം സ്വദേശിനി അക്ഷയ സെന്റർ ജീവനക്കാരിയായ ഗ്രീഷ്മയ്ക്കെതിരെ വീണ്ടും പരാതി. ഈ പരാതിയിൽ 23,000 രൂപയിലധികം ഈ ഗ്രീഷ്മ തട്ടിയെടുത്തു എന്നുള്ളത് കൂടിയാണ് പുതിയ പരാതിയായി പുറത്തു വന്നത്. ഏതായാലും നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മാനസ മനോജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.